തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത വിഷയത്തിൽ CPI MLA PS സുബാലിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ. മിനിമം വേതന ഉപദേശക സമിതി നൽകിയ നിർദ്ദേശം മറച്ചുവെച്ചാണ് MLA 7 പൈസ എന്നത് 10 പൈസയാക്കി ഉയർത്തണമെന്ന നിയമസഭയിൽ വാദിച്ചതെന്നും ₹1.41 എന്നത് മറച്ചുവെച്ചാണ് 7 പൈസ എന്നത് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന 87 വിഭാഗങ്ങളാണ് മിനിമം വേജസ് ആക്ടിന്റെ കീഴിലുള്ളത്. ഇതിൽ 86 വിഭാഗങ്ങൾക്കും ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് മാത്രമാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു നൽകാത്തത്. ഇതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതന ഉപദേശക സമിതി ₹1.41 തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതാണെന്നും അത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ സമയത്താണ് തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത 7 പൈസയിൽ നിന്ന് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന PS സുബാൽ MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. സാറ്റുറി ബോർഡായ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ശുപാർശ ചെയ്തിട്ടുള്ളത് ഇപ്പം മിനിമം വേജസ് ആക്ടിന് കീഴിൽ ഇരിക്കുന്ന 1948 മിനിമം വേജസ് ആക്ടിന് കീഴിൽ ഇരിക്കുന്ന 87 വിഭാഗങ്ങളിൽ 86 വിഭാഗങ്ങൾ കിട്ടുന്നത് പോലെ ഇവർക്കും ക്ഷാമബത്ത നൽകണം എന്നാണ് വ്യക്തമായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ ശുപാർശ ഇല്ലാതാക്കാനാണ് ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ പറഞ്ഞത് അത് 3 പൈസ ആയിട്ട് കൂട്ടിക്കൊടുക്കണമെന്ന്. ഞങ്ങൾ ആരുടെയും യാചിക്കുന്നില്ല. ഞങ്ങൾക്ക് 1948 മിനിമം വേജസ് ആക്ട് പ്രകാരം കിട്ടേണ്ട നിയമപരമായി കിട്ടേണ്ട അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആരുടെയും ഞങ്ങൾ പിച്ചയല്ല ചോദിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും അതിന്റെ ഉദാഹരണമാണിതെന്നും തൊഴിലാളികൾക്കെതിരായി നിലനിൽക്കുന്ന PLC പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. இந்த கமிட்டி வந்துட்டு தொழிலாளிகளுக்காக பாடுபடக்கூடிய கமிட்டின்னு பேரை சொல்லிக்கிட்டு தொழிலாளிகளை ஏமாத்துறதுக்கும் தொழிலாளிகள் உழைப்பை கொள்ளையடிக்கிறதுக்கும் உள்ள ஆட்களாக தெரிகிறாங்க. இதுக்குடைய தெளிவு தான் ₹1.41 வச்சு ஒரு பாயிண்ட்டுக்கு கிடைக்கிறதுக்கு ஜனாதிபதி சிபாரிசின் பேரில் கிடைக்கக்கூடிய விஷயத்த இவங்க 7லேருந்து 10 பைசா வாக்கினா போதுன்றாங்க. இவங்க வீட்டிலேருந்து எங்களுக்கு தர வேண்டாங்க. எங்கள் உழைப்பு, ஏன் உழைப்பு, என்னுடைய உழைப்பு, என்னுடைய மக்கள் தொழிலாளிகளோட உழைப்பு, இந்த உழைப்பை கொடுக்கறதுக்கு சிபாரிசு பண்ணி ஜனாதிபதி சிபாரிசு பண்ணதை கூட இவங்க ஏமாற்றி எங்கள் பலி திருப்பறதுக்கும் இந்த மூணார் மேഖലയിലും குறிப்பிட்டு மூணார் மேഖലയിൽ வேலை செய்கிற தோட்டம் தொழிலாளிகளை திசை திருப்புறதுக்கு இவங்க இப்போ நோட்டீஸ் அடிக்கிறதும் மக்கள்கிட்ட பிரச்சாரம் பண்ணுறதும் பொய் பிரச்சாരം பண்ணிட்டு வராங்க. നിലവിൽ 7 പൈസ എന്നുള്ളത് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച AITUC അടക്കം നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും ഇത് തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണെന്നും ഇവർ പറയുന്നു. 1 പതിറ്റാണ്ടിലധികമായി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന തോട്ടം തൊഴിലാളികൾ തങ്ങളുടെ അവകാശം ലഭിക്കുന്നതിനായി യാചനാ സമരം നടത്തി കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ.